കേരള ജോഗ്രഫിയിൽ നിന്നും നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ച് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് നോക്കുന്നത്. ക്ലാസ് 5 ചാപ്റ്റർ 8 നാടറിയാം എന്ന ചാപ്റ്ററും ക്ലാസ് 8 ചാപ്റ്റർ 7 നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ക്ലാസ് 8 നാടറിയാം. ഫസ്റ്റ് മാതൃവന്ദനം, വള്ളത്തോൾ നാരായണ മേനോന്റെ മാതൃവന്ദനം എന്ന കവിതയിലെ ഏതാനും വരികൾ തന്നിട്ടാണ് ചാപ്റ്റർ നമ്മുടെ ആരംഭിക്കുന്നത്. പച്ചയാം വിരിപ്പിട്ട സഹിനി തലവെച്ചും സച്ചാപ്തി മണ്ണത്തിട്ട പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നീ പാർശ്വയുഗ്മത്തെ കാത്തും കൊള്ളുന്നു കുമാരിയും ഗോകർണേശനും മമേ. ഈ വരികൾ ആരുടേതാണ്, അല്ലെങ്കിൽ മാതൃവന്ദനം ആരുടേതാണ് എന്ന കവിത ആരുടേതാണ് എന്ന് ചോദിക്കാം. വള്ളത്തോളിന്റെ ആണ്. ഇനി നമുക്കറിയേണ്ടത് കേരള ഭൂപ്രകൃതിയാണ്. കേരളത്തെ ഭൂപ്രകൃതിയെ നമുക്ക് 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് കേരളത്തിനുള്ളത്. കേരളത്തിന്റെ കിഴക്ക് മലനാട്, ഇടയ്ക്ക് ഇടനാട്, പടിഞ്ഞാറ് ഭാഗം നമ്മുടെ ലക്ഷദ്വീപിനോട് ചേർന്ന് എന്താണ് തീരപ്രദേശം. ഇങ്ങനെ 3 ഭൂവിഭാഗങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ തീരപ്രദേശം സമുദ്രത്തിൽ നിന്നും 7.5 മീറ്ററിനും താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടനാട് സ്ഥിതി ചെയ്യുന്നത് ഈ 7.5നും 75 മീറ്ററിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മലനാട് സ്ഥിതി ചെയ്യുന്നത് 75 മീറ്ററിനും മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മുടെ കേരളത്തിന്റെ മലനാടിനോട് ചേർന്ന് 2 സംസ്ഥാനങ്ങൾ നമുക്ക് കാണാം, കർണാടകവും തമിഴ്നാടും. ഓക്കെ, ഇനി നമുക്ക് മലനാടിലേക്ക് നോക്കാം. മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിനും മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. കുന്നുകള്, മലകള്, പർവ്വതങ്ങള് ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതിയാണ്. ഇവിടെ എന്തൊക്കെ കാണാം? കുന്ന്, മലകൾ, പർവ്വതങ്ങൾ. ഇവിടെ ധാരാളം മഴ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇവ ഹരിതാഭപരമായ പ്രദേശമാണ് മലനാട്. കൂടാതെ നമ്മുടെ കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. അപ്പൊ മലനാട്ടിലെ പ്രത്യേകത എന്താണ്? 75 മീറ്ററിനും മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുന്നുകളുണ്ട്, മലകളുണ്ട്, പർവ്വതങ്ങളുണ്ട്, ഉയർന്ന മഴ ലഭിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നതും മലനാട്ടിൽ നിന്നാണ്. നമ്മൾ രണ്ടാമത്തെ ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. ഇടനാട് നമ്മൾ പറഞ്ഞു 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് ഇടനാട്. അതായത് നമ്മുടെ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് ഇടനാട്. ഈ പ്രദേശത്തിൽ നമുക്ക് കാണപ്പെടുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും. എന്തൊക്കെയാ? ചെറുകുന്നുകൾ. ഈ പോയിന്റ് PYQ PSC ചോദിച്ചു കഴിഞ്ഞ പോയിന്റ് ആണ്. ഇതേ പോയിന്റ് തന്നിട്ടാണ് ചോദിച്ചത്. അപ്പൊ ചെറുകുന്നുകള്, താഴ്വരകള്, നദീതടങ്ങൾ കാണപ്പെടുന്നത് ഇടനാട്ടിലാണ്. മൂന്നാമത്തെ ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. ലക്ഷദ്വീപിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിന് താഴെയാണ് വരെയാണ് ഉയരം. അതായത് 7.5 മീറ്റർ വരെ ഇതിന് ഉയരമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ കേരളത്തിന് 14 ജില്ലകളുണ്ട്. 14 ജില്ലകളും കാണിച്ചിരിക്കുന്ന നമ്മൾ നോക്കിയേ. ഒപ്പം കൂടെ നമുക്കൊന്ന് നോക്കാം. കേരള മാപ്പ് ഒന്ന് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഇവിടെ നമുക്ക് തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയെന്ന് നോക്കാം. അല്ലെ, നമുക്കൊരു കോഡോടെ അല്ലെ എല്ലാവരും കേൾക്കുന്ന ഒരു കോഡാണ്. EPP വായിൽ വെക്കാൻ കൊള്ളാം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. EPP അല്ലെ. ഈ ഫോർ ഇടുക്കി. ഇടുക്കിയിൽ തീരപ്രദേശം ഇല്ല. PP P ഏതാണ്? P പത്തനംതിട്ട. PP ഒരു P ഉണ്ടല്ലോ, അത് പാലക്കാട്. അപ്പൊ ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്. PP വായിൽ വെക്കാന്ന് പറഞ്ഞാൽ വയനാട്. കൊള്ളാം കോട്ടയം. അപ്പം ഏതൊക്കെ ജില്ലകളിലാണ് തീരപ്രദേശം ഇല്ലാത്തത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം 5 ജില്ലകളിലാണ് തീരപ്രദേശം ഇല്ലാത്തത്: പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. അപ്പം ബാക്കി 9 ജില്ലകളിലും തീരപ്രദേശം ഉണ്ട്. കേരളത്തിന്റെ കാലാവസ്ഥ ധാരാളം മഴ ലഭിക്കുന്ന
ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണ് ഉള്ളത്. ഒന്ന് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാലവർഷം എന്ന്. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്തെ വിളിക്കുന്ന പേരാണ് കാലവർഷം ഒന്നാണ്. പിന്നെ രണ്ടാമത്തെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, അല്ലെങ്കിൽ നമ്മൾ തുലാവർഷം. തെക്ക് പടിഞ്ഞാറിനെ കാലവർഷം എന്നും വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെ തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും നമുക്ക് ലഭിക്കുന്ന ഏത് കാലത്താണെന്ന് ചോദിച്ചാൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്താണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിന്റെ തീവ്രത കുറച്ച് നമുക്ക് ആശ്വാസം നൽകുന്നു. മൺസൂൺ എന്താണ്? മൺസൂൺ കാലത്തിനൊത്ത് മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകൾ എന്ന് കാലത്തിനൊത്ത് മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളെ എന്തറിയപ്പെടുന്നു? മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് വീശും. അപ്പൊ അവിടെ നിന്ന് ജലാംശമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകളിൽ നിന്നാണ്. ഏത് മാസങ്ങളിലാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾ വീശുന്നത്? ജൂൺ ടു സെപ്റ്റംബർ. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹികളാണ്. കരയിലേക്ക് പ്രവേശിച്ച ഈ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിന്റെ ഫലമായി കേരള ഉൾപ്പെടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്ന് അറിയപ്പെടുന്നു. ജൂൺ ടു സെപ്റ്റംബർ ആണ് വീശുന്ന തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എന്ന് അറിയപ്പെടുന്നു. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീതമായിട്ട്, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രദേശങ്ങളിൽ കരപ്രദേശങ്ങളിൽ നിന്നും കടൽ ഭാഗങ്ങളിലേക്ക് ബംഗാൾ ഉൾക്കടലിലേക്കാണ് വീശുന്നത്. അതായത് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാറ്റുകൾക്ക് എപ്പോഴും പേര് ലഭിക്കുന്നത് അത് എവിടെ നിന്നാണോ വീശുന്നത് അതനുസരിച്ചാണ്. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഇത് ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്ന് അറിയപ്പെടുന്നു. ഇനി അട്ടപ്പാടിയിലെ ഇരുളറിന്റെ ഒരു പാട്ടാണ് മന്നേ നമ്പിയിലേലോ മരമെടുക്ക് എന്ന് പറഞ്ഞ കവിത. ഇതിനകത്ത് നമുക്ക് ജലവും വായുവും പോലെ പ്രാധാന്യം മണ്ണിനും ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ കവിതയുടെ സാരാംശം. നമുക്ക് മണ്ണുകൾ എത്ര തരം ഉണ്ടെന്ന് നോക്കാം അല്ലെ. ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. എന്തൊക്കെയാ? ചെങ്കൽ മണ്ണിനെയാണ് നമ്മൾ ലാറ്ററൈറ്റ് സോയിൽ എന്നറിയപ്പെടുന്നത്. ചെമ്മണ്ണിനെ നമ്മൾ റെഡ് സോയിൽ. ചിലപ്പോൾ ചെങ്കൽ മണ്ണിനെയാണ് നമ്മൾ ലാറ്ററൈറ്റ് സോയിൽ എന്നറിയപ്പെടുന്നത്. നോക്കാം. എക്കൽ മണ്ണിന് എന്താ? അലൂവിയൽ സോയിൽ. വനമണ്ണാണ് ഫോറസ്റ്റ് സോയിൽ. ഇനി കറുത്ത മണ്ണും പീറ്റ് മണ്ണും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ നിന്നും പീറ്റ് മണ്ണിനെ പീറ്റ് സോയിൽ നിന്നുമാണ് അറിയപ്പെടുന്നത്. ഇതും നമ്മുടെ ചില സ്ഥലങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. പിഎസ്സിയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ലോക മണ്ണ് സംരക്ഷണ ദിനം അല്ലെ. എന്നാണ് ലോക മണ്ണ് സംരക്ഷണം? ഡിസംബർ 5 അല്ലെ. സ്കൂൾ ടെസ്റ്റിൽ കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ടെസ്റ്റിലൊക്കെ ഡിസംബർ 15 കൊടുത്തു. അതുപോലെ തന്നെ PSC ഇട്ട് തെറ്റിച്ചായിരുന്നു. അപ്പൊ ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനം ഓർക്കുക. കിഴക്ക് സഖ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായ നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത്. സഖ്യപർവ്വത നിലകളിൽ നിന്നും ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരള ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ 44 നദികൾ ഉത്ഭവിക്കുന്ന മലനാടാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടും. അപ്പൊ 44 നദികളിൽ 3 കിഴക്കോട്ടും 41 പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ഓക്കെ. ഇനി നമുക്ക് LDC ഒക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മുടെ ബോക്സിൽ കിടക്കുന്നതിനകത്ത്. ഇനിയും ചോദ്യങ്ങൾ ഇതിനകത്ത് നിന്ന് ചോദിക്കാം. ഓക്കെ. പദ്ധതികളും അതാരാണ് നിർവഹിക്കുന്നതെന്നുമാണ് കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി ആരുടെയാണ്?
ഹരിത കേരളം മിഷന്റെയാണ്. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി ആരുടെയാണ്? ഹരിത കേരളം മിഷൻ. മറക്കരുത്, ഇനി ഞാൻ ഒഴുകട്ടെ. ഓക്കെ. മാലിന്യമുക്തം നവകേരളം ആരുടെയാണ്? മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയാണ്. നമ്മുടെ LD ക്വസ്റ്റ്യൻ എന്തുവന്ന്? തെളിനീരൊഴുകും നവകേരളം ആരുടെയായിരുന്നു? തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയായിരുന്നു. ജൽജീവൻ മിഷൻ പദ്ധതി ആരുടെയാണ്? കേന്ദ്ര സർക്കാരിന്റെ. അപ്പൊ ഒന്നുകൂടി നമുക്ക് പറയാം. ഇനി ഞാൻ ഒഴുകട്ടെ ആരുടെയാണ്? ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷന്റെ. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷന്റെ. മാലിന്യമുക്ത നവകേരളം ഹരിത കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ. തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ. ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിന്റെ. ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിന്റെ. കിട്ടിയല്ലോ? പഠിക്കണേ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇത്രയും പഠിച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു ഭാഗം വൃത്തിയായിട്ട് പഠിക്കാം. ഇനി ഞാൻ ഒഴുകട്ടെ ആരുടെയായിരുന്നു? ഹരിത കേരള മിഷന്റെ ആയിരുന്നു. മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ. തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ. ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിന്റെ. ഇനി കേരളത്തിന്റെ വിളകൾ നോക്കാം അല്ലെ. വിളകൾ പലതും പല പ്രദേശങ്ങളും വൈവിധ്യമേർന്ന വിളകളാണ് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്നത്. നോക്കാം. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ നമുക്ക് ഏത് കൃഷിയാണ് കൂടുതൽ കാണപ്പെടുന്നത്? തേയില കൃഷിയാണ് കാണപ്പെടുന്നത്. എവിടെയൊക്കെയാ? ഇടുക്കിയിലും തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി, അതായത് മലനാട് പ്രദേശങ്ങളിൽ നമുക്ക് എന്ത് കൃഷി കൂടുതലായിട്ട് കാണപ്പെടാം? തേയില കൃഷി. അതുപോലെ പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിൽ നമുക്ക് നെൽകൃഷി കാണപ്പെടാം. ഓക്കെ. ഇനി വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിലെ വ്യത്യസ്ത വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഭൂപ്രകൃതി, മണ്ണിന്റെ സവിശേഷത ഇടനാട്ടിലെ വിള വൈവിധ്യത്തിന് കാരണമാകുന്നു. മരിച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങു വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ഉള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ഉള്ളത് കേരളത്തിലാണ്. തീരപ്രദേശത്ത് എക്കൽ മണ്ണ്. തീരപ്രദേശം ഏത് മണ്ണ് സ്ഥാനത്തുണ്ട്? എക്കൽ മണ്ണ്. ഈ എക്കൽ മണ്ണ് എന്ത് കൃഷി സാധ്യതയാണ്? നെൽകൃഷിക്ക്. എക്കൽ മണ്ണ് എന്തിന്റെ? നെൽകൃഷിക്ക് സമൃദ്ധം. അതുപോലെ തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് കാരണമാകുന്നു. ഇവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് സഹായമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ വിഭാഗത്തിനുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണ് അല്ലെ. അതുപോലെ വിഷുവും വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ്. കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണമാണ്. കേരളത്തിൽ തൊഴിൽ വൈവിധ്യം ഉണ്ടാവുന്നുണ്ട് അല്ലെ. നോക്കാം. ജനജീവിതം മെച്ചപ്പെടുത്തുന്ന കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലയിലെ പുരോഗതി. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങളും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തല്ലലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തുന്നതും ഇതിന് ഉദാഹരണമാണ്. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെ. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 ഉണ്ടായ സുനാമി കേരളത്തെ വലിയ കെടുതികൾക്ക് കാരണമായി. അതുപോലെ 2018 ഉണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലും അല്ലെ. കവളപ്പാറ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. പെട്ടിമുടി എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ 2018 നമുക്ക് പ്രളയം ഉണ്ടായി, 19 കവളപ്പാറയില് ഉരുൾപൊട്ടൽ ഉണ്ടായി, 2020 പെട്ടിമുടിയിലും എന്തുണ്ട്? ഇടുക്കിയില് ഉരുൾപൊട്ടൽ ഉണ്ടായി. എങ്കിൽ ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിന് ദുരന്ത നിവാരണവും ലഘൂകരണവും വേണം. നമുക്കൊന്ന് നോക്കാം.
ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു അല്ലേ? നമുക്ക് 2010 പ്രളയം വന്ന സമയത്ത് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്ത തീവ്രത കുറയ്ക്കാൻ സാധിച്ചു. നിങ്ങളുടെ പ്രദേശത്ത് ദുരന്ത നിവാരണ പ്രവർത്തനം പങ്കാളികളുണ്ടോ? അതിനെപ്പറ്റിയൊക്കെയാണ് സൂചിക്കുന്നത്. ഓക്കെ, ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം? മുന്നൊരുക്കങ്ങളെ നമുക്ക് 3ആയി തിരിക്കാം. എന്തൊക്കെയാണ്? ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം, ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം, ദുരന്താനന്തര പ്രവർത്തനം. അങ്ങനെ 3ആയിട്ട് നമുക്ക് തിരിക്കാം. നോക്കിയേ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനെയാണ് നമ്മൾ ദുരന്തപൂർവ്വ നിവാരണം. നമ്മൾ മുന്നേ അറിയുന്നതാണ് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം. എന്താണ് ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടും ഇത് എന്ത് പെടുന്നു? ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനത്തിലോ, ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനത്തിലോ, ദുരന്താനന്തര പ്രവർത്തനത്തിൽ പെടുന്നു എന്ന് ചോദിക്കാം. അതുകൊണ്ട് ഓരോ പോയിന്റും എന്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുന്നതാണ് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം. അതുപോലെ ദുരന്ത സാധ്യത മേഖലയെ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി സ്വീകരിക്കുക. അപ്പം മുന്നേ ഉള്ള, നമുക്ക് ഓർത്തിരിക്കാം, ഒരു ദുരന്തം നടക്കുന്ന മുൻകൂട്ടിയുള്ളതാണ് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം എന്ന് പറഞ്ഞത്. എന്നാൽ ദുരന്ത സമയത്ത് ആ സമയത്ത് നടക്കണം. അതായത് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുക. ദുരന്താശ്വാസ ക്യാമ്പുകൾ അല്ലെ, ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ക്യാമ്പുകൾ വരാം. ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്ന ആസൂത്രണം നടത്തുക. എന്നാൽ ദുരന്തം നടന്നു കഴിഞ്ഞു അല്ലെ, എന്നിട്ട് ദുരന്തബാധിതരെ നമ്മൾ പുനരധിവസിപ്പിക്കുക. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഏതൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ, കേരള റവന്യൂവിൽ ഒരു ദുരന്ത നിവാരണ വകുപ്പുണ്ട്, സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്, അതുപോലെ ജില്ലയിലും ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. പിന്നെ ദുരന്ത സാധ്യത അപഗ്രഥന സെല്ലുണ്ട്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി നമുക്ക് ക്ലാസ് 8 ചാപ്റ്റർ 7 നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം, ഇതിലേക്ക് പോവാം. ഇതിൽ നമുക്ക് കേരളത്തിലെ കൃഷി എന്നത് ഭാഗത്തു നിന്നും വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം. ഫസ്റ്റ് തന്നെ ചിങ്ങ1 എന്താണ്? കർഷക ദിനം. ചിങ്ങ1 എന്താ? കർഷക ദിനം. പ്രധാനപ്പെട്ട മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. പുസ്തകത്തിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ടത് മാത്രം. എന്താണ് വെർട്ടിക്കൽ ഫാമിംഗ്? എന്താണ്? സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗമാണ് വെർട്ടിക്കൽ ഫാമിംഗ്. ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണിത് വെർട്ടിക്കൽ ഫാമിംഗ്. ഹൈഡ്രോഫോണിക്സ്, എയറോഫോണിക്സ് സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്താം എന്നത് വെർട്ടിക്കൽ ഫാമിന്റെ സവിശേഷതയാണ്. പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങൾ പോലും ഇത് പ്രാവർത്തികമാക്കാം. കൃത്യമായ വെളിച്ചം, മഴയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനം ഒരുക്കിയ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാമെന്നതാണ് ഇതിന്റെ നേട്ടം. വളപ്രയോഗത്തിലൂടെ നോക്കാം. വളപ്രയോഗം, സസ്യപോഷകങ്ങൾ. നോക്കി, സസ്യങ്ങൾക്ക് ആവശ്യ മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടിയ അളവിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇതിനെ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കൂടിയ അളവിൽ വേണ്ടവ ആരൊക്കെയാണ്, അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ.
നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. ഓക്കെ, നോക്കിയേ. ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയവ വളരെ കുറഞ്ഞ അളവിൽ മതി. അതുകൊണ്ട് ഇവയെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് തെറ്റത്തില്ല, ബാക്കിയുള്ളതെല്ലാം മൈക്രോ ന്യൂട്രിയൻസ് ആയിരിക്കുമല്ലോ. ഇപ്പം നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. ആർക്കല്ലേ? നൈട്രജൻ, പൊട്ടാസ്യം, നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടിയ അളവിൽ വേണം അത് മാക്രോ ന്യൂട്രിയൻസ് എന്ന് അറിയപ്പെടുന്നത്. വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകളും ലഭ്യത ഉറപ്പുവരുത്തേണ്ടതാണ് വളപ്രയോഗം നടത്തേണ്ടത്. ഓക്കെ, വളങ്ങൾ നമുക്ക് നോക്കാം. വളങ്ങൾ കൃത്രിമ വളങ്ങളുണ്ട്, ജൈവ വളങ്ങളുണ്ട്, ജീവാണു വളങ്ങളുണ്ട്, നാനോ വളങ്ങളുണ്ട്. കൃത്രിമ വളങ്ങൾ എന്നതിൽ പെടുന്നത് എന്തൊക്കെയാ? അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്. അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്. അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ് ഒക്കെ കൃത്രിമ വളങ്ങളാണ്. അപ്പൊ എന്താണ് ചെയ്യുന്നത്? മണ്ണിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നതിനായി കൃത്രിമമായി നിർമ്മിച്ച് ഉപയോഗിക്കുന്നതാണ്. മണ്ണിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ് എന്നിവ. ഇവയെല്ലാം കൃത്രിമ വളങ്ങളാണ്, നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ കൃത്രിമ വളങ്ങളുടെ പ്രത്യേകത ഇവ എളുപ്പത്തിൽ നമുക്ക് ആഗിരണം ചെയ്യാൻ പറ്റും. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ പറ്റുന്നവയാണ് കൃത്രിമ വളം. അമിതമായ വളപ്രയോഗം മണ്ണിന്റെ ഘടനയും വിഘാട ദോഷമൊക്കെ ദോഷം ചെയ്യുന്നതാണ് കൃത്രിമ വളങ്ങൾ. എന്നാൽ സസ്യങ്ങൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയുന്നവയാണ് കൃത്രിമ വളങ്ങൾ. നോക്കി, ജീവാണു വളത്തെ പറ്റി. ജീവാണു വളങ്ങളാണ് റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ. റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ. അപ്പം മൈക്കോറൈസയും അസോസ്പൈറിലും റൈസോബിയം ഒക്കെ എന്തിപ്പെടുന്നതാണ്? ജീവികളാണ് അല്ലെ. ഇവ എന്താ ചെയ്യുന്നത് നോക്കി. നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കുന്നവയാണ് ഇവ. മണ്ണിന്റെ ഘടനയും വിഘാടകർക്കും ദോഷം ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ജീവാണുള്ള ദോഷമൊന്നും ചെയ്യുന്നില്ല. ഇവ എന്താ ചെയ്യുന്നത്? ഇവ ഫോസ്ഫറസ്, നൈട്രജൻ എന്നിവയുടെ സ്ഥിരീകരണത്തിന് നമ്മുടെ സഹായിക്കുന്ന സൂക്ഷ്മജീവികളെ മണ്ണിൽ ചേർക്കാൻ സഹായിക്കുന്നവയാണ് റൈസോബിയം, അസോസ്പൈറില്ലം, മൈക്കോറൈസ എന്ന് തുടങ്ങിയ ജീവാണുവളങ്ങൾ. ഇനി നോക്കാം നമുക്ക് ജൈവവളങ്ങൾ അല്ലെ. ജൈവാവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. മണ്ണിന്റെ ഘടനയോ വിഘാടകർക്ക് ദോഷം ചെയ്യുന്നില്ല. വിഘാടകർ ഇവരിൽ നിന്ന് സ്വതന്ത്രമാകുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുക. പോഷകങ്ങൾ അളവിൽ കുറവാണെങ്കിൽ, പോഷകങ്ങൾ വളരെ കുറവാണെങ്കിലും വിഘടന പ്രക്രിയക്ക് താമസം എടുക്കും അല്ലെ. പോഷകങ്ങൾ വളരെ കുറവാണെങ്കിലും വിഘടന പ്രക്രിയക്ക് ഇത് താമസം എടുക്കുന്ന പ്രക്രിയയാണ് ഈ ജൈവവളങ്ങൾ. ഇനിയാണ് നാനോ വളങ്ങൾ. നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെ നാനോ വളങ്ങൾക്ക് ഉപയോഗിക്കും. എന്ന് വെച്ചാൽ നാനോ കണികാരൂപത്തിൽ ഉള്ള കൃത്രിമ വളങ്ങളാണ് ഈ നാനോ വളങ്ങൾ. സസ്യങ്ങൾക്ക് ഇവയും എളുപ്പത്തിൽ ഉപയോഗിക്കും. കൃത്രിമയെല്ലാം എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ പറ്റും. മറ്റേ വളങ്ങളെ അപേക്ഷിച്ച് ചുരുങ്ങിയ അളവിൽ മതിയാകും, കുറച്ച് മതി. ഏത്? നാനോ എന്ന് കേൾക്കുമ്പോൾ കുറച്ച് മതി. കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിന്റെ രാസഘടനയെ മാറ്റുന്നുണ്ട്, രാസഘടനയൊന്നും മാറ്റുന്നില്ല. അപ്പൊ ദോഷം ചെയ്യുന്നില്ല കേട്ടോ. ദോഷം അങ്ങനെ നാനോ വളങ്ങൾ ചെയ്യുന്നില്ല. എന്താണ് ലീഫ് കളർ ചാർട്ട്? ധാന്യവിളകളിൽ നൈട്രജൻ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗമാണ് ലീഫ് കളർ ചാർട്ട്. ചെടികളുടെ ഇലകളുടെ നിറം പ്രമാണ ചിത്രവുമായി താരതമ്യപ്പെടുത്തി നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർക്കേണ്ടതുണ്ടെന്ന് കണ്ടെത്തുവാൻ ഇത് സഹായിക്കണം. ഇളം പച്ച നിറം നൈട്രജന്റെ കുറവ് സൂചിപ്പിക്കുന്നു. കടും പച്ച നിറം നൈട്രജൻ അളവ് ആവശ്യത്തിനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. കളർ ചാർട്ട് എന്തിനാ?
എന്തിനു വേണ്ടിയാണ്? ലീഫ് കളർ ചാർട്ട് എന്തിനു വേണ്ടിയാണ്? നൈട്രജന്റെ ലഭ്യത മനസ്സിലാക്കാനാണ്. നാടൻ ഇനങ്ങൾ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളർന്നവയാണ്. അവ ആ പ്രദേശത്തെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെ സ്വാഭാവികമായും പ്രതിരോധം ആർജിക്കുന്നതിനാൽ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാം. പ്രാദേശിക പരാഗണകാരികളായ പ്രാണികളെ നിലനിർത്തുക വഴി പാരിസ്ഥിതിക സന്തുലനാവസ്ഥയ്ക്ക് ഗുണകരമാണ്. വളങ്ങളും വളരെ കുറച്ചു മാത്രം മതി എന്നതിനാണ് ചെലവും കുറയ്ക്കാം. അപ്പൊ നാടൻ ഇനങ്ങൾ നല്ലതാണ് എന്നാണ് പറയുന്നത്. ഇനി നടീൽ വസ്തുക്കൾ. നടീൽ വസ്തുക്കളാണ് ഗ്രാഫ്റ്റിംഗ് വരെയും ബഡ്ഡിംഗ് വരെയും ലെയറിംഗ് വരെയും വർഗ്ഗസംകരണം വരെയും ടിഷ്യൂ കൾച്ചർ വരെയും GM വിളകൾ വരെ അങ്ങനെ ധാരാളം നടീൽ വസ്തുക്കളുണ്ട് അല്ലെ. നമുക്ക് നോക്കാം. എന്താണ് GM വിളകൾ? ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്നാണ് GM വിളയുടെ ഫുൾ ഫോം. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്താണ്? ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷത ഉൾച്ചേർക്കാൻ സാധിക്കും. കീടബാധ ചെറുക്കുന്ന പരുത്തിച്ചെടി, കീടനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീന്, വിറ്റാമിൻ A ധാരാളമായി അടങ്ങിയ നെല്ലിലങ്ങ എന്നിവ ഇത്തരം വിളകൾക്ക് ഉദാഹരണമാണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് GM വിളകൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കുന്നതാണ് GM വിള. എന്താണ് ടിഷ്യൂ കൾച്ചർ? മാതൃസസ്യത്തിന്റെ അതേ ഗുണസവിശേഷതയുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. സസ്യത്തിന്റെ അനുയോജ്യമായ ഭാഗത്തു നിന്നും കലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തെ വളർത്തിയാണ് തൈച്ചെടികളെ ഉണ്ടാക്കുന്നത്. മാതൃസസ്യത്തിന്റെ അതേ സ്വഭാവമുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ എന്നിവ സ്വീകരിക്കുന്നത്. അല്പം പരിശീലനം നേടിയ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ് എന്നിവ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. എന്നാൽ ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ കുറെ കൂടി മികച്ച സാങ്കേതിക വിദ്യ പരിജ്ഞാനവും പരിശീലനവും ആവശ്യമാണ്. GM വിളകൾക്ക് ഒട്ടേറെ ഗുണവിശേഷങ്ങളുണ്ട്. പക്ഷേ ഇവ തദ്ദേശ ഇനങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ടെന്ന അഭിപ്രായമുണ്ട്. ഓക്കെ. എന്താണ് ഹരിതഗ്രഹം? മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഹരിതഗ്രഹം. പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എഥിലിൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ച് ഹരിതഗ്രഹം നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയ്ക്കുന്നതും ഇതിന് കഴിയുന്നു. കണ്ടല്ലോ ഹരിതഗ്രഹം. ഓക്കെ. എന്താണ് തുള്ളിനന? ഡ്രിപ്പ് ഇറിഗേഷൻ. ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണ് തുള്ളിനന. ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി നമുക്ക് കുറയ്ക്കാം. എല്ലാ ചെടികൾക്കും ഒരുപോലെ ജലലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യും. എന്താണ് തിരിനന? വിക്ക് ഇറിഗേഷൻ. പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടിയുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണ് പരുത്തി തുണി കൊണ്ടുള്ളതാണ് തിരി. തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിന് വേണ്ടി വരും. അപ്പൊ തിരി നനയ്ക്കാൻ കുറച്ച്, നമ്മുടെ തുള്ളി നനയേക്കാളും കുറച്ച് മതി. എന്താണ് പുതയിടൽ? മൾച്ചിങ്. ബാഷ്പീകരണം നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ് പുതയിടൽ. കളകളുടെ വളർച്ച കുറയ്ക്കുവാനും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കുവാനും ഇതിലൂടെ കഴിയുന്നു. പുതയിടൽ എന്താണ്? മൾച്ചിങ് എന്താണ്? വിക്ക് ഇറിഗേഷൻ തിരിനന എന്താണ്? തുള്ളിനന എന്താണ്? ഡ്രിപ്പ് ഇറിഗേഷൻ ഹരിതഗ്രഹം എന്താണ്? ഇതും 4 പഠിച്ചല്ലോ. എന്താണ് സംയോജിത കീട നിയന്ത്രണം? ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് IPM. എന്താണ് IPM? ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത കീട നിയന്ത്രണം. കീടനിയന്ത്രണത്തിന് വ്യത്യസ്തമായ മാർഗങ്ങൾ നിലവിലുണ്ടെന്നറിയാമല്ലോ. കീടങ്ങളുടെ സാന്ദ്രത, വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്തു വേണം കീടനിയന്ത്രണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുവാൻ. മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കുക എന്നതല്ല, വിളകൾക്ക് നാശനഷ്ടമുണ്ടാകാത്ത തരത്തിൽ അവയുടെ പെരുക നിയന്ത്രിക്കുക എന്നതാണ് കർഷകരുടെ ആവശ്യം. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമാകുന്ന കീടനാശിനികൾ എപ്പോഴും ഇതിനായി ഉപയോഗിക്കേണ്ടതില്ല. പലതരം വളങ്ങളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങൾ, മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങൾ
വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം. കീടങ്ങൾ പെരുകുകയും വിളനഷ്ടം ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിൽ മുൻകരുതലുകൾ പാലിച്ചു വേണം കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത്. എന്താണ് സംയോജിത കൃഷി? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവ വളർത്തുന്നതും ഇങ്ങനെ വൈവിധ്യമാന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതിനെ നമ്മൾ സംയോജിത കൃഷി എന്ന് പറയുന്നത്. എന്താണ് സ്മാർട്ട് ഫാമിംഗ്? ആധുനിക സാങ്കേതിക വിദ്യയിൽ കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആധുനിക സാങ്കേതിക വിദ്യ അല്ലെ? സ്മാർട്ട് ഫാമിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കാം. നിർമ്മിത ബുദ്ധി, വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രശ്ന പരിഹാരം നമുക്ക് നടത്താം. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് IoT, സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞാൽ സഹായത്താൽ പ്രശ്ന പരിഹാര സംവിധാനം നമുക്ക് ഒരുക്കാം. ഹൈഡ്രോഫോണിക്സ്. എന്താണ് ഹൈഡ്രോഫോണിക്സ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള എയറോഫോണിക്സും ചോദിച്ചിട്ടുള്ള. എന്താണ് ഹൈഡ്രോഫോണിക്സ്? പോഷക ധാന്യങ്ങളിൽ ലായനി, വെള്ളത്തിൽ, ഹൈഡ്രോ മീൻസ് ജലമല്ലേ, അപ്പൊ പോഷക ലായനി സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിയുകയും ആവശ്യം ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് ഹൈഡ്രോഫോണിക്സ്. അപ്പോൾ ഹൈഡ്രോഫോണിക്സ് വേർഡ് എന്താണ്? പോഷക ലായനിയിൽ ഇട്ട് വളരും, അവിടെ മണ്ണ് ആവശ്യമില്ല. അങ്ങനെയാണ് ഹൈഡ്രോഫോണിക്സ് രീതി. എന്നാൽ എയറോഫോണിക്സ്, എയർ മീൻസ് വായു അല്ലെ, വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം ഇങ്ങനെ സ്പ്രേ ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ് എയറോഫോണിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ സെന്ററുകളുടെ സഹായത്തിൽ എത്ര അളവിൽ കൊടുക്കണം എന്നൊക്കെ നോക്കി നമ്മൾ ആധുനിക സഹായത്തോടെ ചെയ്ത ഇതിനെയാണ് നമ്മൾ സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. എന്താണ് വിപണനം? കൃഷി മാത്രം സ്മാർട്ട് ആയാൽ മതിയോ? ഓൺലൈൻ മാർക്കറ്റിംഗ് ഈ കാലഘട്ടത്തിൽ കാർഷികോൽപാദന വിപണനവും സ്മാർട്ട് വേണ്ടതല്ലേ? വിത്തിറക്കുന്നു മുതൽ വിളവെടുക്കുന്നവരെ കാര്യങ്ങൾ ഉപഭോക്താക്കൾ നേരിൽ കാണാനും സംവിധാനം ഒരുക്കിയാൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും വിപണി മൂല്യവും വർദ്ധിപ്പിക്കാനാവില്ലേ? കൃഷിയിടങ്ങളിലെ സെൻസറുകൾ, ഡ്രോണുകൾ, AI ക്യാമറ എന്നിവയിലൂടെ ഇത് എളുപ്പത്തിൽ സാധ്യമാകും. ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കുവാൻ ഇതിനാകും. ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണന സാധ്യത വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. അപ്പോൾ എന്താണ് ഭൗമസൂചിക പദവി? നോക്കാം. ഓക്കെ, കേരള കശുവണ്ടിക്ക് ഭൗമസൂചിക പദവി അല്ലെ. കൊല്ലം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടിക്ക് കേരള കശുവണ്ടി എന്ന പേരിൽ ഭൗമസൂചിക പദവി നേടാൻ ശ്രമം തുടങ്ങി. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നും ഇങ്ങനെ ഭൗമസൂചിക പദവി എന്തിനാ കിട്ടുന്നത് നോക്കാം. കൃഷി ചെയ്യുന്ന ഭൂപ്രദേശ സവിശേഷതകൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചി, നിറം, മണം, പോഷകഗുണം എന്നിവയ്ക്ക് വ്യത്യാസമുണ്ടാകും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ അധിക മൂല്യം ലഭിക്കുന്നു. അങ്ങനെ കേരളത്തിൽ നിന്നും നമുക്ക് ഭൗമസൂചിക പദവി ലഭിച്ചിട്ട് ഉൽപ്പന്നങ്ങൾ നോക്കാം. പാലക്കാടൻ മട്ടയരി, മട്ടയരിക്ക് എവിടെ? പാലക്കാടൻ മട്ടയരിക്ക്, പാലക്കാടൻ മട്ടയരി. മലബാർ കുരുമുളക്, മലബാർ കുരുമുളക്, മലബാർ കുരുമുളക്. കുറ്റിയാടൂർ മാങ്ങ, മാങ്ങ ഏതാ? കുറ്റിയാടൂർ മാങ്ങ. ഏത് മാങ്ങ? കുറ്റിയാടൂർ മാങ്ങ. കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, പൊട്ടുവെള്ളരി എവിടെ? കൊടുങ്ങല്ലൂര്. പൊട്ടുവെള്ളരി ഏതാ? കൊടുങ്ങല്ലൂര്. കുറ്റിയാടൂർ എന്ന മാങ്ങ, മലബാർ കുരുമുളക്, പാലക്കാട് മട്ടയരി, തിരൂർ വെറ്റില, തിരൂർ വെറ്റില. അപ്പൊ ഏതൊക്കെയാണ് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളത്? പാലക്കാട് മട്ടേരി, മലബാർ കുരുമുളക്, കുറ്റിയാടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില. ഇപ്പൊ കർഷകർക്ക് മൊബൈൽ ആപ്പുകളൊക്കെ ഉണ്ട്. കാലാവസ്ഥ മുന്നറിയിപ്പാട്ടെ, രോഗബാധ മുന്നറിയിപ്പുകളാകട്ടെ, കൃഷി സംബന്ധമായ വിദഗ്ധ ഉപദേശങ്ങൾ, വിപണി വില നിലവാരം, കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരം, ഇതെല്ലാം ലഭിക്കുന്ന നമുക്ക് മൊബൈൽ ആപ്പുകളും ഇപ്പോൾ ലഭ്യമാണ്.